നമസ്കാരം. ജ്യോതിഷത്തിന്റെ അത്ഭുത ലോകത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഋഷിപ്രോക്തത്തിൽ നാം ഇന്ന് വീണ്ടും പാശ്ചാത്യ ജ്യോതിഷ പ്രകാരമുള്ള മറ്റൊരു വീഡിയോയുമായാണ് എത്തുന്നത്. മേടം ഇടവൻ രാശികളെ കുറിച്ചുള്ള വീഡിയോകൾ ചെയ്തു, നിങ്ങൾ കണ്ടു. ഇന്ന് അതിന്റെ തുടർച്ചയായിട്ട് മിഥുനം രാശിക്കാരുടെ സമ്പൂർണ്ണ സ്വഭാവ സവിശേഷതകളാണ് പറയുന്നത്. ഇന്ന് നാം പറയാൻ പോകുന്നത് രാശിചക്രത്തിലെ ഏറ്റവും ചലനാത്മകതയുള്ളതും ബൗദ്ധികമായി ഉന്നത നിലവാരം പുലർത്തുന്നതും ആശയവിനിമയത്തിൻ്റെയും ഒക്കെ പ്രതീകമായിട്ടുള്ള ഒരു രാശിയെക്കുറിച്ചാണ്. അതാണ് മിഥുനം രാശി. ഇരട്ട സ്വഭാവം, വേഗത, ചാപല്യം, ബുദ്ധി എല്ലാം ചേർന്ന ഒരു അത്ഭുത രാശി. അതാണ് മിഥുനം രാശി. മിഥുനൻ രാശിക്കാരുടെ സ്വഭാവം എന്താണ്? അവരുടെ ശക്തിയും ദുർബലതയും എന്താണ്? പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇനി നമുക്ക് അതെല്ലാം ഒന്ന് വിശദമായി പാശ്ചാത്യ ജ്യോതിഷ പ്രകാരം ഒന്ന് പരിശോധിക്കാം. മിഥുനം രാശി അഥവാ ജെമിനി രാശിചക്രത്തിൽ 60 ഡിഗ്രി മുതൽ 90 ഡിഗ്രി വരെയുള്ള സമയമാണ് ജെമിനി അഥവാ മിഥുനൻ രാശിയുടേത്. ഭാരതീയ ജ്യോതിഷ പ്രകാരവും ഇപ്രകാരം തന്നെയാണ്. എന്നാൽ അതിൽ വ്യത്യസ്തമായിട്ടുള്ളത്, നമ്മൾ നക്ഷത്രോദയത്തിന്റെ അടിസ്ഥാനത്തിലാണ് കണക്കാക്കുന്നതെങ്കിൽ ഇത് മാസങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. മെയ് 21 മുതൽ ജൂൺ 20 വരെയാണ് മിഥുനം രാശിയുടെ ഉദയമായി കണക്കാക്കപ്പെടുന്നത്. അതായത് മെയ് 21 മുതൽ ജൂൺ 20 വരെയുള്ള ദിവസങ്ങളിൽ ജനിക്കുന്നവരാണ് മിഥുനം രാശിക്കാർ അഥവാ ജെമിനി രാശിക്കാർ. ഇത് രാശിചക്രത്തിലെ 3ാമത്തെ രാശിയാണ്. ഇത് ഇരട്ടകളുടെ രാശിയാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ദ്വിസ്വഭാവമുള്ള രാശിയാണ്. ഉഭയരാശി എന്നും പറയും. വായു സ്വഭാവ രാശി കൂടിയാണ് ഇത്. വേഗം, ആശയവിനിമയങ്ങൾ തുടങ്ങിയവ ഈ രാശിയുടെ പ്രതീകങ്ങളാണ്. കാലപുരുഷന്റെ അവയവ നിർണയ പ്രകാരം കൈത്തണ്ടുകൾ, ചുമലുകൾ, കൈകൾ, ശ്വാസകോശങ്ങൾ ഇവയുടെയൊക്കെ കാരകത്വമാണ് ഈ രാശിക്കുള്ളത്. ഈ രാശിയുടെ അധിപൻ ബുധനാണ്. ഇതിന്റെ രത്നം മുത്താണ് അഥവാ പേൾ ആണ്. പാശ്ചാത്യ ജ്യോതിഷ പ്രകാരം വ്യത്യസ്തതയുണ്ട്. ഭാരതീയ ജ്യോതിഷ പ്രകാരം എമറാൾഡ് ആണ്. എന്നാൽ രത്നശാസ്ത്രത്തിൽ പറയുന്ന പ്രകാരം രത്നങ്ങൾ നിർണയിക്കുന്നത് ജാതക പ്രകാരമായിരിക്കണം, രാശി പ്രകാരമാകാൻ പാടില്ല. എന്നിരുന്നാലും പൊതുവെ പാശ്ചാത്യ ജ്യോതിഷ പ്രകാരം പേൾ അഥവാ മുത്താണ് ഈ രാശിക്ക് പറഞ്ഞിട്ടുള്ളത്. മിഥുനൻ രാശിയുടെ പുഷ്പം റോസ് ആണ്. ഇടവൻ രാശിയിൽ ഉണ്ടായ നേട്ടങ്ങൾ ചിതറിപ്പോകുന്ന പ്രേരണ നൽകുന്ന രാശിയാണ് മിഥുനം രാശി. വസന്തകാലം ഈ രാശിയിലാണ് അവസാനിക്കുന്നത്. സൂര്യൻ വേനൽക്കാലത്തിലേക്ക് പോകാൻ തിടുക്കം കാട്ടുന്ന രാശിയാണിത്. ഈ രാശി അസ്ഥിരത, ചപലത, ചുറുചുറുക്ക് തുടങ്ങിയവയൊക്കെ സൂചിപ്പിക്കുന്നു. ഇനി നമുക്ക് മിഥുനൻ രാശിയുടെ പൊതുവായിട്ടുള്ള ഗുണങ്ങളൊന്ന് പരിശോധിക്കാം. ഈ രാശിയുടെ പോസിറ്റീവ് വശം നോക്കുകയാണെങ്കിൽ ഈ രാശികളിൽ ജനിച്ച വ്യക്തികൾ വളരെ വലിയ ക്രിയാത്മക സ്വഭാവമുള്ളവരായിരിക്കും. യുക്തി, ക്രമം തുടങ്ങിയ ഗുണങ്ങളുള്ളവരായിരിക്കും. സാമർഥ്യത്തോടു കൂടിയും വേഗമുള്ള ഗ്രാഹ്യ ബുദ്ധിയോടുകൂടിയും പ്രവൃത്തിയിലൊക്കെ വേഗമുള്ളവരായും ഭവിക്കും. ഇനി മിഥുനം രാശിക്കാരുടെ നിഷേധാത്മക വശങ്ങളൊന്ന് പരിശോധിക്കാം, അഥവാ നെഗറ്റീവ് സ്വഭാവങ്ങൾ. ഈ രാശിയിൽ ജനിച്ചവർ ബുദ്ധി അല്പം പരിഭ്രമത്തോടു കൂടിയായി ഭവിക്കാം. മാനസികമായും കായികമായും ഇവിടെയും അവിടെയും പറയുക എന്ന സ്വഭാവത്തോടു കൂടിയായിരിക്കും ഇവർ. ക്രമമില്ലാത്തവരും വിശ്വസിക്കാൻ പറ്റാത്ത സ്വഭാവ വിശേഷങ്ങളുള്ളവരുമായിരിക്കും. എന്നാൽ ഏത് രീതിയിൽ ചിന്തിച്ചാലും വേഗം, ക്ഷണഗതി, ചുറുചുറുക്ക്, ശീഘ്രത എന്നിവയൊക്കെ ഈ രാശിയുടെ പ്രത്യേകതയാണ്, ഈ രാശിക്കാരുടെ പ്രത്യേകതകളാണ്. ഇനി നമുക്ക് മിഥുനൻ രാശിയിൽ ജനിച്ച പുരുഷന്മാരുടെ വിശേഷ സ്വഭാവങ്ങളെ ഒന്ന് പരിശോധിക്കാം. മെയ് 21 ജൂൺ 20 ജനിച്ചവരാണ് മിഥുനൻ രാശി പുരുഷന്മാർ. ഈ രാശിയിൽപ്പെട്ട പുരുഷന്മാർ പൊതുവെ മേധാശക്തി ഉള്ളവരായിരിക്കും. പല വിഷയങ്ങളിലും കഴിവുള്ളവരും വഴങ്ങുന്ന സ്വഭാവമുള്ളവരുമായിരിക്കും. ചഞ്ചലത്വം എന്നത് ഇവരുടെ പ്രധാന സ്വഭാവമാണ്. ഇവരിൽ ഒട്ടുമിക്കവരും വിദ്യയിൽ താല്പര്യമുള്ളവരായിരിക്കും. ഒരു ചെറിയ വിഭാഗമെങ്കിലും പ്രേമ ചാമ്പല്യമുള്ളവരും ശൃംഗാരത്തിൽ താല്പര്യമുള്ളവരുമായിരിക്കും. യഥാർത്ഥ കുടുംബജീവിതം ഇവരെ അത്ര ആകർഷിക്കണമെന്നില്ല. എന്നാൽ അതിൽ എതിരഭിപ്രായവും ഇവർക്കുണ്ടാകില്ല. ഇവർ കുടുംബവൃത്തത്തോടെ ഇണങ്ങിപ്പോകുന്നു. പക്ഷെ അക്കാര്യത്തിൽ തീവ്രമായിട്ടുള്ള മമതയോ അസഹ്യതയോ ഇവർക്കുണ്ടാകണമെന്നില്ല. മറ്റുള്ളവരോട് പെരുമാറുമ്പോഴും ഇവർ ഇതേ മനോഭാവമായിരിക്കും കാട്ടുക. സഹജീവികൾ തൻ്റെ പ്രശ്നങ്ങളിലെ ചില ഘടകങ്ങൾ മാത്രമാണ് എന്ന നിലപാടായിരിക്കും ഇവർക്കുണ്ടാകുക. മിഥുനൻ രാശിയിൽ ജനിച്ച പുരുഷന്മാരുടെ
ഭാര്യമാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനി പറയുന്നത്. ഈ രാശിയിൽ ജനിച്ച പുരുഷന്മാരുടെ ഭാര്യമാർ പൊരുത്തപ്പെടാനുള്ള കഴിവുകൾ ഉണ്ടായിരിക്കണം. പരിസ്ഥിതികളോട് ഇണങ്ങിപ്പോവാൻ അവർക്ക് കഴിയണം. ഭർത്താവിന്റെ പ്രക്ഷുബ്ധമായിട്ടുള്ള മനസ്സിന് ശാന്തി നൽകാൻ, സമാധാനം നൽകാൻ ഇവർക്ക് കഴിയണം. അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന അവരുടെ സ്വഭാവ വ്യതിയാനങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കണം. ഭർത്താവ് മറ്റുള്ള സ്ത്രീകളോട് കാണിക്കുന്ന ചില പ്രേമ ചാബല്യങ്ങൾ വളരെ വിദഗ്ധമായി കൈകാര്യം ചെയ്യണം. ഈ രാശിക്കാരുടെ പ്രകൃതം ചിലപ്പോൾ കുട്ടികളെ പോലെ ആയിരിക്കാം. അതറിഞ്ഞു വേണം ഇവരുടെ ഭാര്യമാർ പെരുമാറേണ്ടത്. മിഥുനൻ രാശിക്കാരുടെ ഭാര്യമാർ ഭർത്താവിനോട് തർക്കങ്ങളിൽ പെടാതിരിക്കുന്നത് തന്നെയായിരിക്കും ഉചിതം. ഇനി മിഥുനൻ രാശിയിൽ ജനിച്ച വനിതകളെ കുറിച്ച് നമുക്കൊന്ന് പറയാം. മെയ് 21 മുതൽ ജൂൺ 20 വരെയുള്ള ദിവസങ്ങളിൽ ജനിച്ച സ്ത്രീകൾ. മിഥുനൻ രാശിയിൽ ജനിച്ച വനിതകൾ പല വിഷയത്തിലും കഴിവുകളുള്ളവരായിരിക്കും. ഒരു ഭാര്യ എന്ന നിലയിൽ ഇത് ഒരേ സമയം ബലവും ദൗർബല്യവുമാണ്. വൈവിധ്യം എന്നത് ഇവരുടെ ജീവശ്വാസമാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിന് വേണ്ട കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇവർക്ക് സാധിക്കണം. ഇവർ ശ്രദ്ധിക്കണമെന്ന് മാത്രം. ഭർത്താവിനോട് ആഭിമുഖ്യമുണ്ടാകുമെങ്കിലും ആ അവസ്ഥ തന്നെ തുടരണമെന്ന് എല്ലായ്പ്പോഴും ഇവർക്ക് തോന്നണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഭർത്താവിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇവർ ശ്രദ്ധിക്കണം. വൈവിധ്യം, അതിവൈകാരികത്വം തുടങ്ങിയവ ഇവരുടെ സ്വഭാവത്തിൽ നിഴലിച്ച് കണ്ടേക്കാം. അതുകൊണ്ട് തന്നെ ഞരമ്പുകളുടെ വീക്കം അഥവാ ന്യൂറിറ്റിസ് എന്ന രോഗം ഇവരെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഞരമ്പുകളുടെ ദൗർബല്യം ഇവർക്കുണ്ടാകുമെന്ന സത്യം ഇവരുടെ ഭർത്താക്കന്മാർ മനസ്സിലാക്കുകയും വേണം. മിഥുനൻ രാശിയിൽ ജനിച്ച ഭാര്യമാർക്ക് കാര്യപ്രാപ്തി കൂടുതലായി കാണാം. മിഥുനൻ രാശി എന്നത് ഒരു യുഗ്മരാശിയാണ്. ഇരട്ട സ്വഭാവം എന്നുള്ളത് ഇവരുടെ പ്രകൃതത്തിലുള്ളത് കൊണ്ട് തന്നെ ഇവരുടെ ഭർത്താക്കന്മാർ 2 തരത്തിലുള്ള ജോലികളിൽ വ്യാപൃതരാകാൻ ഇവരെ പ്രോത്സാഹിപ്പിക്കേണ്ടതുമാണ്. തുലാം, കുംഭം എന്നീ രാശികളിൽ ജനിച്ച പുരുഷന്മാർ ഇവർക്ക് നല്ല ഭർത്താക്കന്മാരായിരിക്കും. മിഥുനൻ രാശിയുടെ സ്വഭാവ സവിശേഷതകളും പ്രത്യേകതകളുമാണ് നാം പ്രതിപാദിച്ചത്. ബുദ്ധിയും വേഗവും ആശയവിനിമയ ശേഷിയും ചേർന്ന അത്ഭുത രാശിയാണ് മിഥുനൻ രാശി. ഇരട്ട സ്വഭാവം എന്നത് തന്നെയാണ് ഇവരുടെ ശക്തിയും വെല്ലുവിളിയും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ഓൾ എന്ന് എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കാതിരിക്കുക. അടുത്ത ദിവസങ്ങളിൽ പാശ്ചാത്യ ജ്യോതിഷപ്രകാരമുള്ള മറ്റ് വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.